ശരിയാണ് പ്രജിത. രണ്ട് പോലീസ് ഓഫീസേഴ്സ് അവരുടെ തന്നെ SIT എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിന് മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കയറണമെങ്കിൽ അവര് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം അവർ ചെയ്തു. അവരുടെ മനസാക്ഷി സമ്മതിക്കാത്തൊരു കാര്യം ചെയ്യാൻ അവർ നിർബന്ധിതരായി. അവർ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമല്ല. ആരെയോ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടും നിരപരാധികളായ, അന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു, ഇപ്പൊ MLA ആണ് ശ്രീ തോമസ് അല്ലെ, AD തോമസ്, അദ്ദേഹമൊക്കെയാണ് ഇവിടുന്ന് ഇങ്ങനെ ചോര ഒലിക്കുന്നുണ്ട് കേട്ടോ. തലയില് തൊടാൻ പാടില്ല എന്നാണ് പോലീസിന്റെ നിയമങ്ങളിൽ പറയുന്നത്. ലാത്തി ചാർജ് ചെയ്യാം, ഷീൽഡ് വെച്ച് നമ്മൾ കവർ ചെയ്യും, എന്ത് ചെയ്താലും കഴുത്തിന് മുകളിലേക്ക് ഉള്ള ഭാഗത്ത് നമ്മൾ തൊടാൻ പാടില്ല, അത് നരഹത്യയായിട്ട് വരും. ഇവിടുന്ന് ചോര വെറുതെ വരുമോ? ഇത് തലയുടെ ഭാഗമല്ലേ, ഇത് മുഖം, മുഖം എന്ന് പറയുന്ന ഭാഗമായിരിക്കും. തല എന്ന് പറയുമ്പോ ഇവിടെയൊക്കെ ആയിരിക്കും അല്ലേ? എന്താ തോന്നുന്നത്? അഭിപ്രായ വ്യത്യാസം ഇവരൊക്കെ ചെയ്യുന്ന കാണുമ്പോ സംശയം തോന്നും. കണ്ണിൽ, എല്ലാവരുടെയും കണ്ണിൽ ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചോണ്ടേ ഇരുന്നാണ് ചോര പൊട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ക്യാമറ കാണുമ്പോൾ ക്യാമറയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാം. പിന്നെ അത് തന്നെ റൗണ്ട് ചെയ്ത് മീഡിയ കാണിക്കുന്നുണ്ട്. ഇവര് പറയുന്നത് എന്താണെന്നറിയാമോ? ഇതിന്റെ പോലീസിന്റെ ഫോട്ടോഗ്രാഫർ വന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്യാമറയിൽ പറ്റിയിട്ടില്ല. ക്യാമറയിൽ പറ്റി, പക്ഷെ അവരത് എഡിറ്റ് ചെയ്തിട്ടാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആരടിച്ചു, എങ്ങനെ അടിച്ചു, അദൃശ്യകരങ്ങൾ വന്നോ, സ്വന്തമായിട്ട് അടിച്ച് മുറിവേൽപ്പിച്ചോ ഒന്നും കാണുന്നില്ല. പക്ഷെ കണ്ണുള്ള എല്ലാ മനുഷ്യരും കാണുന്നുണ്ട്. ഇവര് അടികൊണ്ട് വീഴുന്നു, കൈകൊണ്ട് തടുക്കാൻ നോക്കി അടിക്കല്ലേ എന്ന് പറയുന്നു. നിസ്സഹായരാണ്, നിസ്സഹായ. അവരൊരു കരിങ്കൊടി കാണിക്കാൻ നിന്നേ ഉള്ളൂ. പ്രജിത, എന്ത് ധൈര്യത്തിലാ കറുത്ത ഉടുപ്പിട്ടിട്ട് വന്നിരിക്കുന്നത്? ഇപ്പൊ പിണറായി എല്ലാം മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ടാണോ? സത്യമായിട്ടല്ലേ? ആ സമയത്തൊക്കെ കടക്കാരൊക്കെ പറയുന്നത്, ചേച്ചി കറുത്ത ഡ്രസ്സിനേ ഡിമാൻഡ് ഇല്ലാന്ന്, പേടിച്ചിട്ട്. വെറുതെ ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പോകുന്ന സമയത്ത് ഒരു കറുത്ത ദുപ്പട്ടയോ കറുത്ത കൊടയോ എന്തെങ്കിലും പിടിച്ചാ അടിയല്ലേ? ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കി വരുന്ന അമ്മയെ ഇതുപോലെ സ്റ്റേഷനിൽ വിളിപ്പിച്ച ഒരു സംഭവം ഉണ്ടായില്ല, കറുത്ത ഡ്രസ്സായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. തമാശയായിട്ട് പറഞ്ഞുവെങ്കിലും അന്ന് ആൾക്കാർ പലരും തന്നെ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേഡ് SIമാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ADGP അജിത് കുമാറിന്റെ ശരിക്കും പറയുകയാണെങ്കിൽ കുറേ വർഷത്തെ പ്രവർത്തനം ചികഞ്ഞു നോക്കേണ്ടത് തന്നെയാണെന്ന് പറയാം. അദ്ദേഹം ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത്? ഇനി ആരദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കും എന്നുകൂടെ നമ്മൾ നോക്കണം. ഇപ്പോ MLA ആയിട്ടുള്ള ശ്രീ തോമസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് കാവ്യനീതി എന്നൊക്കെ പറയല്ലേ, കാലം ഒരു നീതി കൊടുത്തു. അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ സല്യൂട്ട് ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണ് ഈ ശ്രീ ADGP അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ. ഈ രണ്ട് ഗ്രേഡ് SIമാരെ SITന് മുമ്പിൽ സത്യം പറയുക വഴി അവരുടെ ആത്മാവിനെ പാപക്കറയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. അവർ നേരിട്ട് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത വ്യക്തികളെല്ലാം റിപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന ആൾക്കാരാണ്. ഇത്രയും വലിയ വടിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ കാറില് 2 പേരിരിക്കാനായിട്ട് എങ്ങനെ മുഖ്യമന്ത്രി അനുവാദം കൊടുത്തു? ഗൺമാൻ എന്ന് പറയുമ്പോ GUN, നോട്ട് വടി ഓർ ലാത്തിമാൻ. അപ്പോൾ ഗൺമാന് ഗൺ ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. അവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്നത് ഗൺ മാത്രമാണ്. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്, വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. കുറുവടിയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാം, ഞാൻ അറിഞ്ഞില്ല ഇവരുടെ കയ്യിൽ അല്ലെങ്കിൽ കീശയിലിരിക്കുന്ന ഒരു ചെറിയ വടി. നമുക്ക് പലതും ഇങ്ങനെ ഫ്ലിക്ക് ചെയ്യുമ്പോഴേക്കും വലുതായിട്ട് വരുന്ന പോലത്തേക്ക് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിലേക്ക്, അങ്ങനത്തെ ഒന്നുമില്ല. വലിയ വടിയുമായിട്ടാണ് ഇവർ ഇറങ്ങുന്നത്. ഇത്രയും വലിയ വടി എന്തിന് കാറിൽ വെച്ചിരിക്കുന്നു എന്ന് എന്തുകൊണ്ടൊരു സഖാവ് ചോദിച്ചില്ല? ഇരട്ടച്ചങ്കൻ, ധാരാളം സമരമുഖങ്ങളിൽ ചോര ചിതറിയ, അടിയന്തരാവസ്ഥക്കാലത്ത് ധാരാളമായ ലാത്തിമർജനങ്ങളേറ്റിട്ടും ചങ്കുറപ്പോടെ നിന്ന ആ ധീര സഖാവ് എന്തിനാണ് ഈ വടിയന്റെ കാറിൽ കയറ്റുന്നതെന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല? അദ്ദേഹത്തിന്റെ കണ്ണിൽ എന്തായാലും അത് പെടാണ്ടിരിക്കില്ല. അതെ, ഒരിക്കലും ഇല്ല. അത്രയും വലിയൊരു വടിയല്ല, എത്രയും വലിയൊരു വടിയാണ്. നമ്മൾ തലകീഴായി ഈ ചർച്ചയിൽ ഇത് പരിശോധിക്കാൻ കാരണം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾക്കെതിരെ. ഈ പറയുന്ന 2 പയ്യന്മാരും ജനങ്ങൾ തന്നെയാണ്. ഇങ്ങനെ അവരെ അടിച്ച് ദൗതുക്കാൻ മാത്രം അവരെന്താ ചെയ്തത്? അടിക്കലല്ലോ ചെയ്തത്.
മർദ്ദിക്കുക എന്ന് പറയുകയാണെങ്കിൽ അവരിനി എഴുന്നേൽക്കരുത്, തളർന്നു കിടക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അത് വീണതിന് ശേഷവും അടിക്കുകയാണ്. വീണിട്ട് ആ കുട്ടികൾ വേണ്ട വേണ്ട എന്ന് കാണിക്കുന്നുണ്ട്. അവര് വെറുതെ ഒരു ഇത് തൂവാല കാണിക്കാൻ നിന്നതിന് ഇത്രയും അടി കൊള്ളേണ്ട കാര്യമുണ്ടോ? പോലീസ് അടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പോലീസിന് ഇദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ അതിന് യാതൊരു തടസ്സവും മാർഗതടസ്സവും ഉണ്ടാവാണ്ടിരിക്കാൻ ജോലി അവർ ചെയ്തിരിക്കണം. പക്ഷെ അതിൽ നിന്നും ചാടി ഇറങ്ങാനായിട്ട് ഇവർക്ക് എന്ത് കാര്യം? വാഹന വ്യൂഹം കടന്നു പോവുകയല്ലേ. വ്യൂഹത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ആളുകൾ അതിൽ ചാടി ഇറങ്ങേണ്ട ആവശ്യം എന്താ? അപ്പൊ ഇത് കരുതി കൂട്ടി തന്നെ ഇവർക്ക് 2 പെട കെട്ടട്ടെ, ആ പെടച്ചത് നന്നായി. അല്ലെങ്കിൽ ഇത്തവണ എന്തായാലും ശ്രീ തോമസിന് ഒന്നും ടിക്കറ്റ് അറിയില്ല, പക്ഷെ അത്രയും ഒരു പ്രശസ്തനായ നേതാവല്ല. പക്ഷെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയർന്നത് ഈ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ഇരയായത് കൊണ്ടാണ് എന്നും നമുക്ക് ആലോചിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു കാര്യം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിമാർ ജനങ്ങളെ പൊതുനിരത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ, ഇതാ ജനിക്കുന്നു ഈ പൂവിൽ നിന്നും ഈ രക്തത്തിൽ നിന്നും ഒരു MLA മുകളം എന്നും കൂടെ ഇവരുടെ ഭാഷയിൽ നമുക്കൊരു പാട്ടുണ്ടാക്കാം. ഇതിപ്പോ ഈ ദുരന്ത ഭൂമിയില് വയനാട്ടിലെ ആ സംഭവം നടന്ന സമയത്തായിരുന്നു ഇത്. അപ്പോ ആ സമയത്ത് അജിത് കുമാർ ഫോണിലൂടെ നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് പറയുന്നത്. പിന്നീട് നേരിട്ട് ഓഫീസിൽ വിളിപ്പിച്ച് കേസ് ഡയറിയും കോടതിയിൽ നൽകേണ്ട റിപ്പോർട്ടുകളും ഒക്കെ തിരുത്തിച്ചു. അപ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ള കാര്യം. ഈ ഇവരുടെ നമ്മൾ പലപ്പോഴും ചില കേസുകളിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഒടുവിൽ ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ ഒരു കുറ്റബോധം കൊണ്ട് പല വെളിപ്പെടുത്തലും ഉണ്ടായിട്ടുണ്ട്. ഈ രാജൻ കൊലക്കേസിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ, കക്കയം അടിയന്തരാവസ്ഥ കാലത്ത് ശരിക്കും ഉരുട്ടിക്കൊലപാതകം പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഇതിലിരുന്ന പല ഓഫീസർമാരും റിട്ടയർ ചെയ്ത ശേഷം, പ്രായമായ ശേഷം പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ഒരു നാരായണൻ എന്ന് പറഞ്ഞിട്ട് അല്ലേ, അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പേരും കൂടിയുണ്ട്. പിന്നെ ലക്ഷ്മണ മധുസൂദൻ എന്നൊക്കെ പറയുന്ന ആളുകള് പോലീസ് ഓഫീസേഴ്സിനെ പിന്നെ അതില് കേസിൽ ഉൾപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായ വ്യക്തികൾ എന്ന നിലയിൽ ആ കേസിൽ ഉൾപ്പെടുത്തി അവര് കോടതിയിൽ നിൽക്കേണ്ടി വന്നു. ശ്രീ രാജന്റെ അച്ഛൻ ഈശ്വര വാര്യര് അവസാനം വരെ ആ ഹൈക്കോടതി വരാന്തയിൽ അദ്ദേഹം ഇങ്ങനെ ആ നിൽക്കുന്ന കാഴ്ചകളൊക്കെ, മകന്റെ കേസ് എടുക്കുന്ന ദിവസം രാവിലെ അദ്ദേഹം അവിടെ ഹാജരാണ്. കേസ് എടുത്ത് കഴിഞ്ഞ് കുറച്ചു നേരം കൂടെ അദ്ദേഹം നിന്നതിന് ശേഷമാണ് പോകുന്നത്. ഈ ഇടയ്ക്ക് ഇങ്ങനെ ഇലക്ഷൻ വർക്കിന് വേണ്ടി പോകുമ്പോൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒന്നുമില്ല, അല്ലെ അവർ പണ്ട് താമസിച്ചിരുന്ന വീടിൻ്റെ മുമ്പിൽ കൂടെ ഒക്കെ പോകും. കാലം ഇതിനൊക്കെ മറുപടി പറയും. അല്ലെങ്കിൽ ഈ പോലീസ് ഓഫീസേഴ്സ് കരയുക എന്നൊക്കെ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ അവർ എന്തുമാത്രം പശ്ചാത്താപം വിവശരായിട്ടുണ്ടാവും അല്ലേ. ഈ പോലീസ് സ്റ്റേഷനുകളിൽ പലപ്പോഴും നടക്കുന്ന അതിഭീകരമായ ക്രൂരമായ മർദ്ദനങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഒരു പൂജാരിയൊക്കെയാണ് തൃശ്ശൂർ ഭാഗത്ത്, യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തെ അടിച്ചൊതുക്കി ഇല്ലാത്ത കള്ളക്കേസിൽ കുടുക്കി പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുന്നതൊക്കെ നമ്മൾ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഷർട്ട് പൂരിപ്പിച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അല്ലേ. ഓരോരുത്തർക്കും അവരുടെ അഭിമാനമുണ്ട്. ജനങ്ങൾക്ക് ഇവർക്ക് മാത്രമേ പ്രതിഷേധിക്കാൻ പാടുള്ളൂ, SFIക്കാർക്ക് മാത്രമേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ, ബാക്കി ആർക്കും പ്രതിഷേധിക്കാൻ പറ്റില്ലേ? എല്ലാവരും അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ അവരൊഴിച്ച് ബാക്കി എല്ലാവരും പ്രതിഷേധിക്കും. കാരണം സ്വന്തം പാർട്ടിക്കെതിരെ പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ 1 മാസമായില്ല പുതിയ ഗവൺമെന്റ് വന്നിട്ട്, അതിനു മുമ്പ് ചാടി ഇറങ്ങി കഴിഞ്ഞില്ലേ കുട്ടിപ്പട്ടാളം. ഞങ്ങൾ ഭരിക്കും കാലത്ത് ഇങ്ങനെയാണോ നടന്നത് എന്നൊക്കെ ചോദിച്ചിറങ്ങി. എന്തൊക്കെ നടന്നു എന്ന് നമുക്കറിയാം. ആ കാലത്തൊന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം. കേരളം ഏറ്റവും ദുരിതമായ അവസ്ഥയിലേക്ക് പോയി. തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരത് ഇങ്ങനെ ഇരുന്നു. ഇപ്പോഴാണ് കണ്ണു തുറന്നു, ചെവി തുറന്നു, വായ എന്ന് പറഞ്ഞ സാധനം തുറന്നടച്ചാൽ ശബ്ദം വരുന്നൊക്കെ ഇവർക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. പ്രജിത, ഇതൊരു തുടക്കമാവട്ടെ. ധാരാളം കേസുകൾ തെളിയിക്കപ്പെടാൻ കിടക്കുന്നുണ്ട്. മധുവിൻ്റെ ഉൾപ്പെടെ, ആൾക്കൂട്ട ഭീകര മർദ്ദനത്തിനിരയായി മരിച്ച മധുവിൻ്റെ ഉൾപ്പെടെ, ADM നവീൻ ബാബുവിൻ്റെ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ നേരെ വന്നിട്ടുള്ള ധാരാളം കേസുകളുണ്ട്. അത് മർദ്ദനത്തിൽപ്പെടില്ല, പക്ഷെ അനാവശ്യമായിട്ട് കേരളത്തിന്റെ ഖജനാവിലേക്ക് മുതൽ കൂട്ടാൻ എന്ന മട്ടില് വെറുതെ മുഖം തിരിച്ചറിയാവുന്ന കുറെ ആൾക്കാരെന്നും പറഞ്ഞിടും. നമ്മളൊന്നും ചില സമയത്ത് അവിടെ പോലും ഉണ്ടായിട്ടില്ല. 2,500 രൂപ 3,000 രൂപയ്ക്കാണ് ഇതിൽ ജാമ്യത്തിന് വേണ്ടി നമ്മൾ വയ്ക്കുകയോ അല്ലെങ്കിൽ കേസിൽ നിന്ന് വിടുവാൻ വേണ്ടി വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഇനി ഒരു ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ശ്രീ സതീശൻ കാരണഭൂതനാവാതിരിക്കട്ടെ എന്ന് നമുക്ക്
ആശംസിക്കാം.